അപ്പോൾ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് ഒരു ചിക്കൻ വിഭവമാണ്. ചിക്കൻ വിഭവം എന്ന് പറയുമ്പോൾ ഒരു അടാറ് റിച്ച് ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണെന്ന് വെക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ അടുപ്പെല്ലാം പുറത്ത് തന്നെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്ത് ഒരു പുത്തൻ ഉരുളി നമ്മൾ അടുപ്പിലേക്ക് വെച്ചിരിക്കുകയാണ്. ഈ ഉരുളി നമുക്കൊരു ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ചീരമൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ സവാളയൊക്കെ ചെറുതായിട്ട് നൈസിനാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ആ സവാളയൊക്കെ ഇട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക്, ഒരു 3-4 മതി, പച്ചമുളക് രണ്ടായിട്ട് കീറിയതും, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇടാം. ഉപ്പും പിന്നെ ആവശ്യത്തിലേറെ നാടൻ കറിവേപ്പിലയാണെങ്കിൽ അതുകൂടെ ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കുന്നതെല്ലാം കൂടെ ചേർത്ത് വഴറ്റി ആ ഉള്ളിയും കൂടെ ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ആ 2 തക്കാളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം തോരാൻ വെച്ചിരുന്ന ചിക്കനാണ്. ആ ചിക്കൻ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും മസാലകൾ പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അടപ്പ് ഞെരുണ്ടോടെ അടപ്പ് വെച്ച് നമുക്ക് അടച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചിക്കൻ വെന്ത് കഴിയുമ്പോൾ ഏകദേശം വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളെന്ന് കാശ്മീരി ചില്ലിയുടെ പൊടിയുണ്ട്, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം നമുക്കിതിൽ കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർക്കാം. കുരുമുളക് പൊടി, ഗരം മസാല പൗഡർ, അതുപോലെ തന്നെ ഒരല്പം ഉലുവാപ്പൊടി കൂടെ ചേർത്ത് വീണ്ടും നമ്മൾ കുറച്ച് കറിവേപ്പില ഉണ്ടായിരുന്നു. ആ കറിവേപ്പില കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി റെഡിയാക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിനെ അടച്ചു വയ്ക്കണം. അപ്പോൾ ഈ മുളക് പൊടികളെല്ലാം തന്നെ നമ്മൾ അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല, ഞങ്ങൾ ചൂടായി റെഡിയായി മസാല അതിൽ ചിക്കൻ പീസിലൊക്കെ പിടിച്ചു. ഇനിയാണ് നമ്മളിതിലേക്ക് ഇന്നത്തെ റിച്ചായിട്ടുള്ള ഐറ്റം ചേർക്കാൻ പോകുന്നത്. കശുവണ്ടി പരിപ്പ് അരച്ച് പേസ്റ്റാക്കി വെച്ചിരുന്നതാണ്. ആ കശുവണ്ടിയുടെ പരിപ്പാണ് നമ്മൾ അരച്ചത് ചേർത്തിട്ടുണ്ട്. അത് ചേർത്ത് ഒരല്പം സോയാ സോസൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അതും കൂടെ ചേർത്തതിന് ശേഷം നല്ലത് കളയും. ഇപ്പോൾ നല്ല ചിക്കൻ പെരട്ട് പോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്രേവി ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ തിളച്ച വെള്ളം കൂടി നമ്മൾ ചേർക്കണം. ചേർത്തതിന് ശേഷം അതും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മളിപ്പോൾ ചേർത്തായി വെള്ളവും ബാക്കിയെല്ലാം കൂടെ ഒന്ന് ആ ഗ്രേവിയായി കൃത്യമായിട്ട് അതിൻ്റെ ടേസ്റ്റ് വരത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം. തിളപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. കണ്ടില്ലേ, നല്ലതുപോലെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഒരു അടാറ് ചിക്കൻ കറിയാണ്. ഇനി ഒരല്പം വെളിച്ചെണ്ണ കൂടി അവസാനം ഒഴിച്ച് നമുക്കത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ചിക്കൻ വിഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ ഗ്രേവി നല്ല കട്ടിയായിട്ട് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും. ചിക്കൻ പീസുകൾ വളരെ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ കൂടി അറിയിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. സ്നേഹപൂർവ്വം, കല്ലറയുടെ കലവറ. ബൈ ബൈ.